നമസ്കാരം. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ചന്ദ്രനെ നോക്കി അത്ഭുതപ്പെടുകയും വിവിധ കഥകൾ മെനയുകയും ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിലെ ഇരുണ്ട പാടുകളിൽ ഒരാളുടെ മുഖം ദർശിക്കുന്ന മാൻ ഇൻ ദ മൂൺ എന്ന സങ്കല്പം ലോകമെമ്പാടുമുള്ള നിരീക്ഷകർക്കിടയിൽ പ്രശസ്തമാണ്. ടെലസ്കോപ്പിലൂടെ ദീർഘകാലം ചന്ദ്രോപരിതലത്തെ നിരീക്ഷിക്കുന്നവർ പോലും ചിലപ്പോൾ ഈ പരിചിതമായ രൂപങ്ങളെ വേണ്ടവിധം ശ്രദ്ധിച്ചൊന്നും വരില്ല. എന്നാൽ ചന്ദ്രൻ നാം കാണുന്നത് പോലെ നിശ്ചലമായ ഒരു ഗോളമല്ല എന്നും അത് നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഏതാണ്ട് 4.5 ബില്യൺ വർഷത്തെ ചരിത്രമുള്ള ചന്ദ്രൻ അതിൻ്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ അതിശക്തമായ ഉൽക്കാപതനങ്ങളെ അതിജീവിച്ചാണ് ഇന്നത്തെ രൂപത്തിലായിരിക്കുന്നത്. ചന്ദ്രനിൽ നാം കാണുന്ന വലിയ ഇരുണ്ട പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ അതിശക്തമായ കൂട്ടിയിടികൾ മൂലം രൂപപ്പെട്ട കൂറ്റൻ ഗർത്തങ്ങളാണ്. ഏതാണ്ട് 3.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ച വലിയ ഉൽക്കാപതനങ്ങളുടെ കാലത്താണ് ഇവ ഭൂരിഭാഗവും രൂപപ്പെട്ടത്. ഇന്ന് അത്തരം ഭീമമായ കൂട്ടിയിടികൾ സാധാരണമല്ല എങ്കിലും ചെറിയ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളും ഇപ്പോഴും ചന്ദ്രനിൽ ആഞ്ഞു പതിക്കാറുണ്ട്. ഇത്തരം പുതിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഗർത്തങ്ങൾ തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ശാസ്ത്രജ്ഞർ ലൂണർ റെക്കണസൻസ് ഓർബിറ്റർ ക്യാമറയിൽ നിന്നുള്ള ചിത്രങ്ങൾ വ്യത്യസ്ത കാലയളവുകളിൽ താരതമ്യം ചെയ്താണ് പുത്തൻ ഗർത്തങ്ങളെ കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന് 2009-നും 2012-നും ഇടയിൽ ചന്ദ്രപ്രതലത്തിലുണ്ടായ മാറ്റങ്ങൾ നിരീക്ഷിച്ച ഗവേഷകർ അത്തരത്തിലൊരു പുത്തൻ ഗർത്തം കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 22 മീറ്റർ മാത്രം വീതിയുള്ള ഒരു വലിയ വീടിൻ്റെ വലിപ്പമുള്ള ഈ ഗർത്തം അതിൻ്റെ തിളക്കം കൊണ്ടാണ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഒരു ഉൽക്ക പതിക്കുമ്പോൾ ഉപരിതലത്തിന് താഴെയുള്ള പദാർത്ഥങ്ങൾ പുറത്തേക്ക് ചിതറിത്തെറിക്കുകയും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന രശ്മികൾ പോലെ ഗർത്തത്തിന് ചുറ്റും പടരുകയും ചെയ്യുന്നു. ചുറ്റുമുള്ള ഇരുണ്ട ഉപരിതലത്തേക്കാൾ വളരെ കൂടുതൽ തിളക്കം ഇത്തരം പുതിയ പദാർത്ഥങ്ങൾക്കുണ്ടാകും. എന്നാൽ ഈ തിളക്കം ശാശ്വതമല്ല. സൗരവാതങ്ങളും കോസ്മിക് വികിരണങ്ങളും മൈക്രോമീറ്ററോയിഡുകളുടെ നിരന്തരമായ പതനവും കാരണം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ തിളക്കം മങ്ങുകയും പരിസര പ്രദേശങ്ങളിലെ മണ്ണുമായി കലരുകയും ചെയ്യും. 108 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ടൈക്കോ എന്ന ഗർത്തം ഇപ്പോഴും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ തെളിഞ്ഞു കാണാൻ കഴിയുന്നത് അതിൻ്റെ താരതമ്യേനയുള്ള പ്രായക്കുറവ് കൊണ്ടാണ്. പുതിയ ഗർത്തങ്ങൾ കണ്ടെത്തുന്നത് കേവലം കൗതുകം മാത്രമല്ല, ശാസ്ത്രീയമായി വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. ചന്ദ്രനിൽ എത്രത്തോളം ഇടവേളകളിൽ ഉൽക്കാപതനങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് കണക്കാക്കുവാൻ ഇത് സഹായിക്കും. ഭാവിയിൽ ചന്ദ്രനിലേക്ക് അയക്കുന്ന ബഹിരാകാശ വാഹനങ്ങൾക്കും മനുഷ്യ ദൗത്യങ്ങൾക്കും ഇത്തരം ആഘാതങ്ങൾ എത്രത്തോളം അപകടമുണ്ടാക്കുമെന്ന് വിലയിരുത്തുവാൻ ഈ പഠനം അനിവാര്യമാണ്. ഒപ്പം ഓരോ പ്രദേശത്തെയും ഗർത്തങ്ങളുടെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ ചന്ദ്രോപരിതലത്തിൻ്റെ പ്രായം കൃത്യമായി നിർണ്ണയിക്കുവാനും സാധിക്കുന്നു. നാം തലമുറകളായി കാണുന്ന ചന്ദ്രൻ ഒരു നിശ്ചല വസ്തുവല്ല എന്നും സൗരയൂഥത്തിലെ സജീവമായ ചലനങ്ങൾക്കനുസരിച്ച് അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ പുത്തൻ ഗർത്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.